പത്രോസ്ലീഹയുടെ ഒന്നാമത്തെ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം. പത്രോസ്ലീഹയുടെ ഒന്നാമത്തെ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യം പത്രോസ്ലീഹ ഇത് തന്നെ പറയുന്നുണ്ട്. അവർക്ക് വായിച്ച, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ്, ശരീരവും ആത്മാവും ഉണർന്നിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പൊ ഈശോ പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരിക്കണം. എന്തിന്? പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ. പ്രലോഭനം ആരാ കൊണ്ടുതരുന്നേ? പിശാച് കൊണ്ടുതരികയാണ്. അതുകൊണ്ട് പത്രോസ്ലീഹ പറയാണ്, സമചിത്തതയോടെ ഉണർന്നിരിക്കുക. കാരണം നിങ്ങൾ ഉറങ്ങിയാലും അപ്പുറത്ത് ഒരാൾ ഉണർന്നിരിക്കുകയാണ്. ആര്? അടുത്തിരിക്കുന്നവരോ അല്ല പറയണേ. ഇപ്പൊ ധ്യാനം കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോലെ. വചനം കേട്ട് എന്താ ഇത് ഞാൻ പണ്ട് കേട്ടാണല്ലോ ഈ വചനം. നമ്മൾ ഉറങ്ങും. പക്ഷേ ഈ വചനം കേട്ടിട്ട് പോലും ഉറങ്ങാത്ത ഒരാളുണ്ട്. ആര്? പിശാച്. ഇത് കേട്ട് ഉറങ്ങുന്ന നിങ്ങളുടെ അവസ്ഥ എന്ന് ഓർത്ത് നോക്കിയേ. പിശാച് പോലും സോറി ഞാനായിരുന്നു ഏറ്റവും വലിയ ക്രൂരൻ എന്നാണ് എന്റെ വിചാരം ലൂസിഫർ പറയും. വചനം കേട്ട് ഉറങ്ങുന്നവരെ കണ്ടിട്ട് പിശാച് അങ്ങനെയൊക്കെ പറയുള്ളൂ. ഇനിയെങ്കിലും ഉണർന്നിരി. അച്ഛൻ നിങ്ങളെ കുട്ടിച്ചാത്താന്നാ വിളിച്ചത്. ഇത്തിരി ബിബ്ലിക്കലായിട്ടങ്ങ് വിളിച്ചതേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. നോക്ക്, കാര്യം പിടികിട്ടുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? സുവിശേഷം പ്രഘോഷിക്കുന്ന എന്നെയും സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും നമ്മളെല്ലാം പിശാച് പ്രലോഭിപ്പിക്കും. വീഴാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അച്ഛനും ചെയ്യണം, നിങ്ങളും ചെയ്യണം. ഉണർന്നിരുന്ന് സമചിത്തതയോടെ പ്രാർത്ഥിക്കണം. കാരണം അപ്പുറത്തൊരാള് ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് നമ്മളെ വിഴുങ്ങാൻ. വീഴ്ത്താൻ എന്നല്ല, വിഴുങ്ങാൻ. അവൻ അലറി നടക്കുകയാണെന്ന്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് വീഴ്ത്തിയാൽ മതി, പിന്നെ നമുക്ക് തിരിച്ചു കയറി വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇങ്ങനെ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട്? രോഗം മാറാനും, കടം മാറാനും, വീട് പണിയാനും, വീട് മുടിയാനും ഒക്കെ നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള നിയോഗങ്ങളൊക്കെ വെച്ച് ബലിയർപ്പിച്ചിട്ടൊക്കെ ഉണ്ടോ? നിങ്ങൾ നല്ല പുഴുങ്ങിയ ആത്മീയക്കാരാണ്. അതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം.